കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നല്ല വാസന. സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതല്ലേ, മധുരം ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊള്ളാം, നല്ല മധുരം. ഞാൻ ഉണ്ടാക്കും പടം സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട്. എന്തേ, ഇയാൾക്ക് ഉറക്കൊന്നുമില്ലേ? അല്ല, ഇയാളുടെ കവളെന്തങ്ങനെ വീർത്തിരിക്കുന്നേ? അപ്പൊ അതാണ് കാര്യം. എന്തുപറ്റി തേനീച്ചൂത്തിയ? ഏയ്, തേനീച്ചാൻ വഴിയില്ല, ഇത് കടന്നില്ല തന്നെയാ. എങ്കില് ഇത്രയും വീർക്കും. എന്നാൽ ഈ റൂമിൽ എങ്ങനെ കടന്നല് വന്നു എന്നാ പൊന്നോട് പറയണം. ഈ റൂമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ. ഇയാളിങ്ങനെ ബലം പിടിച്ചിരിക്കാത്ത മസിൽ വിട്. അതേ, ലഡു തൊണ്ടയിൽ കുടുങ്ങിട്ട് ആൾക്കാർ മരിച്ചിട്ടാ. ആര് പറഞ്ഞു ഞാൻ ലഡു എടുത്തെന്ന്? ഇയാളെടുത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, സൂക്ഷിക്കണം എന്നല്ലേ പറഞ്ഞത്. അതിപ്പോ പറയാനുള്ള കാര്യം എന്താ? എന്നെ ഉദ്ദേശം മാത്രമല്ലേ? അല്ല, ഇനിയിപ്പൊ അങ്ങനെ ആണെന്ന് അങ്ങോട്ട് വെക്ക. അപ്പോഴോ ഞാനേ ഇയാളുടെ സ്വീറ്റ്സ് എടുത്തതിന് തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കാം. കാണിക്കട്ടെ? കാണിക്കാം. ഇത് തന്നെ തെളിവ്. മധുരം മതിയാ? വേലായുധന്റെ അടുത്ത വേലിറക്കുന്നവള്. അമ്മേ, അതെ, ആ ബെഡ്ഷീറ്റിന്റെ അകത്ത് ആ സ്വീറ്റ്സ് എടുത്ത് മാറ്റിയേക്ക്. ഇനി ഉറുമ്പ് വന്ന് കടിച്ചിട്ട് എന്നെ കുറ്റം പറയരുതേ. എന്താ പൊടി? പൊടി പറത്താതിരുന്നാ മതി. ആരാ ആന്റി വൈദേഹി? എന്റെ സ്കൂൾ കാലം മുതലുള്ള ഫ്രണ്ടാ സുസ്മിതെ. ഓ, കുറെ കാലം പുറത്തായിരുന്നു, ഒരു 15-20 വർഷം. വിഷ്ണു ഒക്കെ കുട്ടിയായിരുന്നപ്പോ കണ്ടതാ അവളെ. അവള് വന്നൂന്നറിഞ്ഞപ്പോ ഒന്ന് പോയി കാണുന്നതല്ലേ മര്യാദ. അത് നന്നായി ആന്റി. ആന്റിക്ക് ഇത്രയും പ്രിയപ്പെട്ട ഒരാളെ എനിക്കിവിടെ ഒന്ന് കാണാലോ.
ആരോ വന്നല്ലോ. റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കും ഇതു. നമ്മൾ എത്തിയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ ഭാമ, സത്യഭാമ. അയ്യോ വിധു, ഇത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ. നിങ്ങളല്ലേ ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ നാട്ടിലെത്തി ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചു കളഞ്ഞത്. സുധാകരേട്ടന്റെ പെട്ടെന്നുള്ളൊരു തീരുമാനാ. ഇടിമിന്നല് പോലെയാ പുള്ളിക്കാരന്റെ ഓരോ തീരുമാനം. എപ്പോഴാ എന്താ സംഭവിക്കാന്ന് ഒരു പിടിയും കിട്ടില്ല. വലിയൊരു ചാൻസ് നീ മിസ്സാക്കി. കഴിഞ്ഞ മാസമായിരുന്നു നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം. ഭാമേ, സുധാകരേട്ടാ, ഭാമ. ഒരുപാട് നാളായല്ലോ ഭാമയെ കണ്ടിട്ട്. ഹോ, അതിനിടയിൽ ഇവളങ്ങ് തടിച്ചു. സ്കൂളിൽ പഠിക്കുമ്പോ നൂല് പോലെ ഇരുന്ന പെണ്ണാ. പ്രീതി മോളാണോ ഇത്? അല്ല സുധാകരേട്ടാ, ഇതെന്റെ ഫ്രണ്ടിന്റെ മോളാ. വിധുവിന് മനസ്സിലായില്ലേ? നമ്മുടെ സർലയുടെ മകളാ. അയ്യോ, സർലയുടെ മോൾ ഇത്രയും വളർന്നോ? നിങ്ങൾ വാ, അകത്തേക്ക് ഇരിക്കാം. വാ ഭാമേ, വാ വാ. ഇരിക്ക്, മോളും ഇരിക്ക്. പറയടി, എന്താ നിന്റെ പ്ലാൻ? എന്നാ മടക്കം? ഇനി ഒരു മടക്കവും ഇല്ല. ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാനാ പ്ലാൻ. ഓ, കൊള്ളാലോ. പ്രായം ഇത്രയും ആയല്ലോ. ഇനിയെങ്കിലും സ്വന്തം നാട്ടിൽ താമസിച്ചില്ലെങ്കിൽ ഇനി എന്നാ? കുട്ടികൾ ഏതായാലും അവിടെ വിട്ടു പോരില്ല. അവരൊക്കെ അവിടെ തന്നെ സെറ്റിലായി. അച്ഛനമ്മമാരെ കാണണമെന്നുണ്ടെങ്കിൽ അവരിടയ്ക്ക് ഇങ്ങോട്ട് വരട്ടെ. വേണോന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അങ്ങോട്ടും പോകാമല്ലോ. ആ, അയ്യോ, ഞങ്ങൾ 3 പെണ്ണുങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ പിടിക്ക്. വിദേശത്ത് പോകുന്ന കപ്പിൾസിന്റെ ഇടയില് അങ്ങനൊന്നും ഇല്ല ഭാമേ. അടുക്കള പെണ്ണിന്, വരാന്തയിലെ ചാരുകസേര ആണിന് എന്നിങ്ങനെയുള്ള വേർതിരിവൊന്നും ഇല്ല. കാനഡയിലൊക്കെ പലരും ചെന്ന് പറ്റുന്നത് ഭാര്യമാരുടെ വിസയില. ഭാര്യ നേഴ്സോ മറ്റോ ആണെങ്കിൽ അവര് ജോലിക്ക് പോയാ കുഞ്ഞിനെയും കുളിപ്പിച്ച് വീടും നോക്കി ഇരിക്കണം അവര് വരുന്നത് വരെ. പിന്നെ ഏതെങ്കിലും ജോലി കയറി പറ്റും. അങ്ങനെയൊക്കെയാ എല്ലാവരുടെയും തുടക്കം. അതുകൊണ്ട് വീട്ടുജോലികൾ പരസ്പരം ഷെയർ ചെയ്യുന്നതിനെ ഞങ്ങൾക്കൊരു നാണക്കേടുമില്ല. അതൊക്കെ ഇവിടെയല്ലേ. അതെ, ഭാമയുടെ ഒരു സഹായം വേണമായിരുന്നു എനിക്ക്. പറഞ്ഞോളൂ. ഇവിടെ നിർത്താൻ ഒരു ഹൗസ് മെയ്ഡിനെ വേണമായിരുന്നു. ഭാമയ്ക്ക് ഈ നാടുമായിട്ടൊക്കെ നല്ല പരിചയമുള്ള സ്ഥിതിക്ക്. നിങ്ങൾക്ക് ആർക്കെങ്കിലും സെക്രട്ടേറിയറ്റിൽ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ സംഘടിപ്പിച്ചു തരാം. പക്ഷേ ഇതിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. വളരെ ബുദ്ധിമുട്ടിയാ ഒരു ഡ്രൈവറെ സംഘടിപ്പിച്ചത് തന്നെ. നമ്മുടെ നാട്ടിൽ ദേഹം അനങ്ങി എന്തെങ്കിലും ജോലി ചെയ്യണമെങ്കിലേ അന്യ സംസ്ഥാനക്കാര് വേണമെന്നായി. പുറം നാട്ടിൽ ചെന്നാൽ പാത്രം കഴുകാൻ പോലും മലയാളിക്ക് മടിയില്ലതാനും. വല്ല കല്ലോ കട്ടയോ ചുമക്കാം. അവിടെ ഒരു നാണക്കേടും ഇല്ല. അതങ്ങനെയാണല്ലോ. വിധു പറഞ്ഞ കാര്യം ഞാൻ നോക്കാം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ, ഒരുപാട് നാളുകൂടി കണ്ടിട്ട് ഇത്ര പെട്ടെന്ന്. ഇടയ്ക്ക് ഇറങ്ങാം വിധു. ഒരുപാട് തിരക്കിട്ട പരിപാടികളുണ്ട്. നീ എത്തിയെന്നറിഞ്ഞൊരു സന്തോഷത്തിന് വേണ്ടി മാത്രം കേറിയതാ. നീ ഇനി ഇവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ശരി, വാ മോളെ. ഞങ്ങൾ എത്തിയതറിഞ്ഞ് പെരിക്കല്ലൂരിൽ നിന്ന് കുഞ്ഞിരാമനമ്മാവന്റെ വരവാ. ആണോ? ലോറിയിലും ട്രെയിനിലും ഒക്കെ ആയി ഒരു കൃഷിത്തോട്ടം തന്നെ ഇങ്ങ് കൊണ്ടുപോരും. ഇവിടെ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞാലും കേൾക്കില്ല. അതിനെല്ലാം കൈ പൊള്ളുന്ന കാശ് കൊടുക്കണ്ടേ എന്നാ ചോദ്യം. ആ സാധനമൊക്കെ പറയും അകത്ത് വെച്ചേ. ആ അതിഥികളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ആ ഉവ്വ്. നിങ്ങൾക്ക് ഇവിടെ ഗ്യാസ് കണക്ഷൻ ആയിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കുറ്റി കൊണ്ടുവന്നിട്ടുണ്ട്.
ഒരാളെ കിട്ടാൻ നന്നായി ബുദ്ധിമുട്ടിയെന്ന്. ആളെ കിട്ടിയപ്പോ അങ്ങ് വെച്ചു. എന്നാ അതറിഞ്ഞിട്ട് മതി അകത്തേക്കുള്ള പ്രവേശനമൊക്കെ. പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ എന്തും ചെയ്യാൻ മടിക്കില്ല ചിലര്. ഡ്രൈവറെന്നും തോട്ടക്കാരനും എന്നൊക്കെ പറഞ്ഞ് വീടും പരിസരമൊക്കെ നോക്കി വെച്ചിട്ട് തരം കിട്ടുമ്പോ ഒരു തരി പൊന്നിന് വേണ്ടി അന്നം കൊടുക്കുന്നവരുടെ തല എടുത്തോണ്ട് പോവും. അതുകൊണ്ടേ ഒന്ന് അന്വേഷിച്ചു നോക്കണം. പെറ്റമ്മയുടെ നെഞ്ചിൽ പിച്ചാത്തിപ്പിടി ഇറക്കിയിട്ട് വന്നവനാണോന്ന്. അത് നേരാണല്ലോ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. ആ, ഞങ്ങളെടുത്ത് വെച്ചോളാം. ഞാൻ ഇറങ്ങിയ വിധു. ഇവിടെ ജോലികളൊക്കെ നടക്കട്ടെ. കപ്പയും കൊലയും ചേനയൊക്കെ ഇറക്കാനുള്ളതല്ലേ. ആ ഭാമേ, ഒരു കാര്യം ചോദിക്കാൻ ഞാൻ മറന്നു. മോളുടെ കല്യാണം കഴിഞ്ഞത് ഞാൻ അറിഞ്ഞു. മോൻ എന്ത് ചെയ്യുന്നു? അവന്റെ കല്യാണം കഴിഞ്ഞു. ഇപ്പോ പരമസുഖമായിട്ട് കഴിയുന്നു. ജീവിത പ്രാരാബ്ദങ്ങളൊന്നും അറിയണ്ടല്ലോ. നീ എന്ന് നോക്കിക്കൊണ്ടിരിക്കണോ? പോയി ചെന്ന് കാറിൽ ഇരിക്കുന്ന സാധനമൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവെക്കണം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ വിധു. ശരി, പോയിട്ടോ. ശരി മോളെ. ആ. അതിങ്ങ് എടുത്തോണ്ട് വാടാ. ആ ശരി സർ. ശാരദാമ്മ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് അറിയില്ലടാ. എന്തായാലും ഞാനവരെ കാത്തു നിൽക്കുക. എന്തെങ്കിലും കാര്യമായ സംഭവമില്ലാതെ ശാരദാമ്മ കാണണമെന്ന് പറയൂലേ ചേച്ചി. ഒരു കാര്യം പ്രത്യേകം സൂക്ഷിച്ചോണം. എന്തെങ്കിലും കാര്യത്തിൽ ഉറപ്പോ തീരുമാനമോ പറയുന്നതിന് മുന്നേ എന്നോടൊന്ന് ചോദിച്ചേക്കണം. നീ എപ്പോഴാ മടങ്ങി വരുന്നത്? ചെറിയൊരു ബിസിനസ് ഡീൽ, അത് ഫിനിഷ് ചെയ്ത് വൈകുന്നേരത്തോടെ ഞാൻ അങ്ങെത്തും. നീ ഇങ്ങനെ കള്ളച്ചാരയും വിറ്റ് നടന്നോ? എക്സൈസുകാരുടെ മുമ്പിലോ മറ്റോ പോയി വീണാലേ കാശറിയാൻ രാജേശ്വരിയെ കിട്ടില്ല. പേടിക്കണ്ട ചേച്ചി, ഒന്നും ഉണ്ടാകത്തില്ല. അവരെത്തി, ഞാൻ വെക്കോ? ഞാൻ പറഞ്ഞത് ഓർമ്മ വേണേ. എത്രയായി? 100. എന്താ ശാരദാമ്മേ, ഭർത്താവിന്റെ രണ്ടാം ഭാര്യയെ കാണാനൊരു പൂതി? രാശ്വരി, ഞാനൊരു വഴക്കിന് വന്നതല്ല. പക്ഷേ നിങ്ങളോട് 2 വർത്തമാനം പറയാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. വേർപെടുത്തിയ ബന്ധങ്ങളൊന്നും പുതുക്കാൻ നിൽക്കരുത്. അത് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഗുണം ചെയ്യില്ല. മനസ്സിലായില്ല.
ആക്സിഡന്റിൽ പെട്ടുകിടന്ന ഗോപാലേട്ടനെ നിങ്ങൾ ആശുപത്രിയിൽ എത്തിച്ച ശേഷം അങ്ങേർക്കൊരു മാറ്റം കാണുന്നുണ്ട് ഞാൻ. നിങ്ങൾ അമ്മയും മക്കളും ആണെങ്കിൽ ഏത് പുരയ്ക്ക് മീതെ ചായണോന്ന് ആലോചിച്ച് നിൽക്കുക. അതൊക്കെ രാജേശ്വരിയുടെ തെറ്റിദ്ധാരണയാ. ഗോപാലേട്ടൻ കൊണ്ടുവന്ന ആധാരം പണയം വെച്ച് സ്വർണവും പണവും വാങ്ങിക്കാൻ നോക്കിയതും എന്റെ തെറ്റിദ്ധാരണയാണോ ശാരദാമ്മേ? രാജേശ്വരി, എന്റെ ഗതികേട് കൊണ്ടാ. ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് ഇറക്കി വിടാലോ എന്ന് കരുതി. അതൊക്കെ ഞാൻ സമ്മതിച്ചു ശാരദാമ്മേ. നിങ്ങളുടെ ഹോട്ടലിൽ ചായ കുടിക്കാൻ വരുന്ന ശങ്കരേട്ടൻ ഒരു ആധാരം കൊണ്ടുവന്ന് തന്നാ അതും കൊണ്ടുപോയി പണയം വെക്കൂ ശാരദാമ്മേ നിങ്ങള്? അത് അതാ ഞാൻ പറഞ്ഞത്. മുറിച്ചു മാറ്റാൻ പറ്റാത്തൊരു ബന്ധമുണ്ട് നിങ്ങൾ. ഒഴിഞ്ഞു തന്നേക്കാം. രാജേശ്വരി തന്നെ അതെടുത്തു. ഞാനും എൻ്റെ മക്കളും ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോണമെങ്കിൽ അതിനും സമ്മതമാ. രാജേശ്വരിയുടെ വഴിയിലൊരു മുള്ളായിട്ട് ഇനി ഉണ്ടാവില്ല ശാരദ. എന്നെ പരിഹസിക്കല്ലോ. ആരെയും പരിഹസിക്കാനോ കളിയാക്കാനോ ഉള്ളൊരു മാനസികാവസ്ഥയിലല്ല രാജേശ്വരി ഞാനിപ്പോ. 2 നേരം വിളക്ക് വയ്ക്കുന്ന ദേവി സത്യമായിട്ട് ഹൃദയത്തിൽ തൊട്ടാ ഞാനിത് പറയുന്നത്. എന്താ ശാരദാമ്മ പെട്ടെന്നൊരു ബോധോദയം? കല്യാണം കഴിപ്പിച്ചയച്ച മകള് ഭർത്താവിനെ പിരിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുമ്പോ ഏതമ്മയ്ക്കും ബോധോദയം ഉണ്ടായിപ്പോ രാജേശ്വരി. എന്ത് വിട്ടുവീഴ്ചയ്ക്കും അവര് തയ്യാറാവും. ഞാനിപ്പോ ഉള്ളി ചുമന്നുകൊണ്ട് നടക്കുന്ന കനലിന്റെ ചൂട് രാജേശ്വരിക്ക് അറിയില്ല. കാരണം രാജേശ്വരി ഒരു പെൺകുട്ടിയുടെ അമ്മയല്ല. പെൺകുട്ടികൾ മഹാലക്ഷ്മികളാണെന്നാണല്ലോ ശാരദാമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിലൊന്നും ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല രാജേശ്വരി. തെറ്റുപറ്റിയത് എനിക്കല്ല. പെണ്ണിനെയും പൊന്നിനെയും ഒരു തുലാസിന്റെ 2 തട്ടിലിരുത്തിയ പൊന്നിനാ തൂക്കം കൂടുതലെന്ന് വിചാരിക്കുന്ന സമൂഹത്തിന്റെ മനസ്സാ മാറേണ്ടത്. പെണ്ണിനോളം മികച്ച സൃഷ്ടിയൊന്നും ദൈവം നടത്തിയിട്ടില്ല ഈ ഭൂമിയിൽ. അവൾക്ക് മാത്രമേ ഒരു ജീവന് ജന്മം കൊടുക്കാൻ കഴിയൂ. വേദനിച്ചും കരഞ്ഞും ക്ലേശിച്ചും. ശാരദാമ്മയുടെ പ്രസംഗമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? പറഞ്ഞല്ലോ, കുടിയൊഴിഞ്ഞു തരാൻ തയ്യാറാണ് ഞങ്ങള്. ഒന്നും കാണാതെ ശാരദാമ്മ അങ്ങനെ ചെയ്യില്ലല്ലോ. അതിനുള്ള ഉപാധി എന്താണെന്നും കൂടി പറയേ. എനിക്ക് എന്റെ മകളെ പടിയിറക്കി വിടണം. അതിനുള്ള പണം രാജേശ്വരി എനിക്ക് തരണം.